الصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الطهارة إلى فصل الترهيب من الكلام على الخلاء. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലങ്ങളിൽ ഖലാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അന്ന് കാലത്ത് അകന്നു നിൽക്കുന്ന ആളുകൾ കാണാതെ ദൂരെ നിൽക്കുന്ന അവസ്ഥ. ആ മലമൂത്ര സമയത്ത് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. അതിനെ സൂക്ഷിക്കേണ്ട, സംസാരം ഒഴിവാക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. عن أبي سعيد الخدري رضي الله عنه أن النبي صلى الله عليه وسلم قال لا يتناجى اثنان على غائطهما ينظر كل واحد منهما إلى عورة صاحبه فإن الله يمقت على ذلك. لا يتناجى اثنان على غائطهما. രണ്ടാളുകൾ അവർ കാഷ്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് പരസ്പരം സംസാരിക്കാൻ പാടില്ല. യൻദുറു കുല്ലു വാഹിദിൻ മിൻഹുമാ ഇലാ ഔറതി സാഹിബിഹി. ഒരാൾ അവനൊപ്പമുള്ള മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കുന്ന അവസ്ഥയിൽ ഫഇന്ന അല്ലാഹ യംഖുതു അലാ ദാലിക. അല്ലാഹു അതിന്റെ മേലെ കോപിക്കുന്നുണ്ട്. ഇതേ ആശയത്തിൽ മറ്റൊരു ഹദീസും ലാ യഖ്റുജു അർറജുലാനി യദ്രിബാനിൽ ഗായിത കാശിഫൈൻ അൻ ഔറാതിഹിമാ യതഹദ്ദസാനി ഫഇന്ന അല്ലാഹ യംഖുതു അലാ ദാലിക. രണ്ടാളുകൾ അവരുടെ ഔറത്ത് വെളിവാകുന്ന രീതിയിൽ കാഷ്ടിക്കുന്ന സന്ദർഭത്തിൽ പരസ്പരം സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹു അത് കോപിക്കുന്നു. لا يخرج عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يخرج اثنان إلى الغائط فيجلسان يتحدثان كاشفين عن عوراتهما فإن الله يمقت على ذلك. അതേ ആശയം തന്നെ. എന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അന്ന് കാലത്ത് കാഷ്ടിക്കാൻ വേണ്ടി മാറിപ്പോയിരിക്കുന്ന ആ സന്ദർഭത്തിൽ രണ്ടാളുകൾ ഒരുമിച്ച് പോവുകയും അവരുടെ ഔറത്ത് പരസ്പരം കാണുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് കാഷ്ടിക്കുകയോ മലമൂത്ര വിസർജനം നടത്തുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹദീസിന്റെ ആശയം. 3 രീതിയിലാണ് ഈ ഹദീസുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നാമത്തേത്, അവർ നഗ്നരായിക്കൊണ്ട് പരസ്പരം ഔറത്ത് വെളിവാകുന്ന കാണുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. അത് വിരോധിച്ചിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഹദീസിൽ ഗൗരവത്തിൽ വന്നിട്ടുള്ള കാര്യം ഫഇന്ന അല്ലാഹ യംഖുതു അലാ ദാലിക എന്നാണ്. അള്ളാഹുവിന്റെ മഖ്ത്, കോപം ഉണ്ടാകും. അതായത് അള്ളാഹു തആല കോപിക്കുന്ന എന്താണ്? അടിമ ഒരു ഹറാമു ചെയ്യുമ്പോൾ, അള്ളാഹു തആലയുടെ പരിധി ലംഘിക്കുമ്പോൾ അള്ളാഹു കോപിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹറാമാണ്. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നില്ല, എന്നാൽ പരസ്പരം ഔറത്തുകൾ വെളിവാകുന്നു, കാണുന്നു എന്നുള്ള അവസ്ഥ. അതും ഹറാമായിട്ടുള്ള കാര്യമാണ്. കാരണം മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. മൂന്നാമത്തെ അവസ്ഥ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന രണ്ടാളുകൾ അവർ ഔറത്തുകൾ കാണുന്ന അവസ്ഥയില്ല, മറയും മറ്റുമെല്ലാം ഉണ്ട്. അപ്പോൾ സംസാരിക്കാൻ പറ്റുമോ? അത് മക്രൂഹ ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഔറത്തുകൾ കാണാതെ വെളിവാകാതെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് പരസ്പരം സംസാരിക്കുക എന്നുള്ളത് മക്രൂഹ ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരാവശ്യം വരികയാണ് എങ്കിൽ ആ കറാഹത്തോട് ഒഴിവാക്കപ്പെടും. അതായത് ഇപ്പോ നമ്മുടെ സാഹചര്യത്തിൽ വെള്ളം നിന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ആ സമയത്ത് സംസാരിക്കണം, പറയണമെന്ന് വരികയാണെങ്കിൽ ആ കറാഹത്ത് ഒഴിവായിക്കൊണ്ട് സംസാരിക്കാവുന്നതാണ്. അല്ലാതെ മലമൂത്ര വിസർജന സമയത്ത് സംസാരിക്കുക എന്നുള്ളത് മക്രൂഹായിട്ടുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം. ബാക്കി ഉറത്ത് വെളിവാകുക എന്നുള്ളത് പൊതുവായിട്ടും വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ഫസ്ൽ الترهيب من إصابة البول الثوب وغيره وعدم الاستبراء منه. വസ്ത്രത്തിലും അതുപോലെ മറ്റു ഭാഗങ്ങളിലെല്ലാം മൂത്രത്തിന്റെ അംശങ്ങൾ ബാധിക്കുകയും അത് ഒഴിവാകാതെ അഥവാ ശുദ്ധിയാകാതെ ഇരിക്കുന്ന അവസ്ഥയുടെ ഗൗരവം. അതായത് മൂത്രിച്ചു കഴിഞ്ഞാലൊക്കെ വസ്ത്രത്തിലോ മറ്റും തെറിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു വല്ല ഭാഗത്തായിട്ടുണ്ടെങ്കിലോ അതിനെ പരിഗണിക്കാതെ അതിനെ വൃത്തിയാക്കുന്നത് ഒഴിവായിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥ. عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم مر بقبرين فقال. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറുകളുടെ അടുക്കിലൂടെ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹുമാ
ലയുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ ബലാ ഇന്നഹു കബീറുൻ. ഈ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ശിക്ഷിക്കപ്പെടുന്നത് വലിയൊരു കുറ്റത്തിനല്ല. അതിന്റെ ആശയം അവർ വലിയൊരു കാര്യമായി ധരിച്ചിരുന്ന കാര്യമല്ല. ബലാ ഇന്നഹു കബീറുൻ, പക്ഷെ അതൊരു വലിയ തെറ്റാണ്. അഥവാ ഖബറിൽ കിടക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ തെറ്റാവും, വലിയൊരു കുഴപ്പമാകും, പാപമാവുമെന്ന് വിചാരിക്കാതെ ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങളുടെ മേലെയാണ് അവര് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. അത് ഗൗരവമുള്ള കാര്യമാണ്. അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ, അതിൽ ഒരാൾ അയാൾ ഏഷണി അതുമായി പ്രചരിപ്പിക്കുന്ന ആളായിരുന്നു. ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇന്നയാൾ ഇന്നത് പറഞ്ഞു, ഇന്നയാൾ ഇന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പരസ്പരം പറഞ്ഞു നടക്കുന്നതിനാണ് നമീമത്ത് എന്ന് പറയുക. അങ്ങനെ ആ ഒരു പണിയെടുത്ത് നടക്കുന്ന ആളായിരുന്നു. രണ്ടാമത്തെ ആൾ അവന്റെ മൂത്രത്തിൽ നിന്ന് മറ സ്വീകരിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ മൂത്രം പൂർണ്ണമായി വൃത്തിയാകാതെ ശുദ്ധിയാകാതെ ചെയ്തിരുന്ന, അതിനെ ശരിക്ക് വൃത്തിയാക്കാതിരുന്ന ആളായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതേ ആശയത്തിലുള്ള മറ്റൊരു റിവായത്ത് കൂടിയും അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ ബിഹായിത്തിൻ മിൻ ഹൈത്താനി മക്കത ഔൽ മദീന. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെയോ മദീനയുടെയോ ഒരു തോട്ടത്തിലൂടെ പോവുകയായിരുന്നു. ഫസമിഅ സൗത ഇൻസാനൈനി യുഅദ്ദിബാനി ഫീ ഖുബൂരിഹിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന രണ്ടാളുകളുടെ ശബ്ദം കേട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ. ഈ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവർ ശിക്ഷിക്കപ്പെടുന്നത് അവർ വലുതായി കാണാത്ത രണ്ട് കാര്യങ്ങളുടെ മേലെയാണ്. ബലാ കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി, അതിൽ ഒരാൾ മൂത്രിച്ചു കഴിഞ്ഞാൽ ശരിക്കും വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല. വകാനൽ ആഖർ യംശി ബിൻ നമീമ, രണ്ടാമത്തെ ആള് നമീമത്ത് കൊണ്ട് നടക്കുന്ന ഒരാളുമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞ അതേ ആശയം. ഇവിടെ നോക്കൂ, ഈ ഹദീസുകളിൽ നിന്നെല്ലാം ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വഹീഹായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ബുഖാരിയിലെ മറ്റും ഹദീസുകളാണ് ഈ പറഞ്ഞത്. അപ്പൊ ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ളത് ദീനിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഖബറിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് കുറ്റങ്ങൾ എന്താണ്? ഒന്ന് നമീമത്ത്, ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളുടെ അടുക്കൽ അങ്ങനെ പരസ്പരം പ്രചരിപ്പിക്കുന്ന അവസ്ഥ. രണ്ടാമത്തേതാണ് നമ്മുടെ ഫസ്ലുമായി ബാബുമായി ബന്ധപ്പെട്ടത്, മൂത്രിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ വൃത്തിയാക്കാതെ പോകുന്ന അവസ്ഥ. ഈ ഒരു കാര്യത്തിലും ആളുകൾ മൂന്ന് തരക്കാരാണ്. ചില ആളുകൾ തീരെ തസാഹുലായിക്കൊണ്ട് മൂത്രിച്ചു കഴിഞ്ഞാൽ തീരെ ശ്രദ്ധിക്കാതെ ശരിക്കും വൃത്തിയാക്കാതെ, അല്ലെങ്കിൽ തീരെ വൃത്തിയാക്കുന്നതിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ എഴുന്നേറ്റ് പോരുന്ന ആളുകൾ. ചില ആളുകൾ കാണാൻ സാധിക്കും അതിൽ ഒലുവായിട്ട് വസ്വസ ബാധിച്ച ആളുകൾ. അവർക്ക് എത്ര കഴുകിയാലും മതിയാകില്ല. അവർ ഒരു വട്ടം കഴുകും, ചിലപ്പോൾ അവരുടെ വസ്ത്രം മുഴുവൻ കഴുകും, അല്ലെങ്കിൽ ടോയ്ലറ്റ് മുഴുവൻ കഴുകും. എന്നിട്ടും അവർക്ക് മതിയാവാതെ പുറത്തിറങ്ങിയാൽ വീണ്ടും പോകും, വീണ്ടും മൂത്രിച്ചിട്ടുണ്ടോ സംശയിക്കും, വീണ്ടും കഴുകും. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ആളുകൾ. എന്നാൽ ഇതിൽ വസതീയത്തായിട്ടുള്ളത് യഥാർത്ഥ രൂപത്തിൽ മൂത്രിക്കുകയും അത് കഴുകേണ്ട രൂപത്തിൽ കഴുകുകയും ചെയ്ത് പിന്നീട് അതിനുശേഷം ആ ഒരു വസ്വാസ് ബാധിക്കാത്ത രീതിയിൽ വൃത്തിയായി പോകുന്നവരാണ് യഥാർത്ഥ രൂപത്തിൽ ചെയ്യേണ്ടത്. വസ്വാസ് ബാധിച്ച ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് വസ്വാസിനുള്ള ഏക പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്വാസ് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അത് എങ്ങനെ വൃത്തിയാക്കാം, അതെങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നതിന് ദീനിൽ അന്വേഷിച്ച് നടന്നുകൊണ്ട് അവർ വസ്വാസ് പോകില്ല. ആ വസ്വാസ് ഒഴിവാക്കിയിട്ട് അല്ലാഹു തആല എനിക്ക് വിട്ടുവീഴ്ച തരും, ഞാൻ ശ്രദ്ധിക്കേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇനി എന്റെ കുറവുകൾ അല്ലാഹു പരിഹരിച്ചു തരും എന്നുള്ള ഉറപ്പിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക മാത്രമാണ് അതിനുള്ള മാർഗം. അപ്പോ ഈ ഒരു ഹദീസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത് പരിധി വിട്ടുകൊണ്ട് വീണ്ടും വീണ്ടും കഴുകുക എന്നുള്ളതല്ല, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് മൂത്രിക്കുന്നത് യഥാർത്ഥ രൂപത്തിൽ വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ. മറ്റൊരു ഹദീസ് عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم عامة عذاب القبر في البول فاستنزهوا من البول. മറ്റൊരു ഹദീസിൽ عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم تنزهوا من البول فإن عامة عذاب القبر من البول. നിങ്ങൾ മൂത്രിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ രൂപത്തിൽ വൃത്തിയാക്കുക.
കാരണം ഖബറിലെ അധിക ശിക്ഷയും മൂത്രം കാരണത്താൽ ഉണ്ടാകുന്നതാണ്. അഥവാ വൃത്തിയാക്കുന്നതിലും മൂത്രിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നതിലും ശ്രദ്ധിക്കാതെയും, കാരണം അവന്റെ ഇബാദത്തുകളെ അത് ബാധിക്കും. അവൻ നജസുമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തെ ബാധിക്കും, അതുപോലെ മറ്റുള്ള കാര്യങ്ങളെ ബാധിക്കും. അവൻ വൃത്തിയില്ലാത്ത ഒരുപാട് നജസ് കൊണ്ട് നടക്കുന്ന അവസ്ഥ, ആ ഖബറിലുള്ള അധിക ശിക്ഷയും ഈ മൂത്രിക്കുന്നത് ശരിയായ രൂപത്തിൽ ശ്രദ്ധിക്കാതെ അതിൽ അലംഭാവം കാണിച്ച് ആ ഒരു കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് കാണാം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക, പഠിക്കുക, അതനുസരിച്ച് ചെയ്യുക. അടുത്ത ഹദീസുകൾ വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.